ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വിഷയം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തെ ഒരുപാട് സ്പർശിക്കുന്ന ഒന്നാണ്: ആഡംബര വിവാഹങ്ങൾ. പക്ഷേ ഇതൊരു ചർച്ച എന്നതിലുപരി നമ്മുടെ ചിന്തകളെ ഒന്ന് മാറ്റാൻ പ്രേരിപ്പിക്കുന്ന ഒരു ആത്മാർത്ഥമായ അഭ്യർത്ഥനയാണ്. അപ്പോൾ നിങ്ങൾ കല്യാണം ഉടനെയുണ്ടോ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. ചിലപ്പോൾ ഇത് നിങ്ങളുടെ ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പറ്റുമെങ്കിൽ ഇത് നിങ്ങളുടെ വീട്ടുകാരുമായിട്ടും ഷെയർ ചെയ്യണം. കാരണം ഇത് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചാണ്. നമ്മൾ ഈ സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും തുടക്കം ഈ ഒരു വാചകത്തിൽ നിന്നാണ്. ഒരാൾ വളരെ ആത്മാർത്ഥമായിട്ട് സ്വന്തം ജീവിതത്തിലെ ഒരു തെറ്റ് തുറന്നു പറയുകയാണ്. അത് നമുക്കെല്ലാവർക്കും ചിന്തിക്കാൻ ഒരുപാട് വക നൽകുന്നുണ്ടല്ലേ? അപ്പോൾ എന്തായിരിക്കും ആ വലിയ തെറ്റ്? വേറൊന്നുമല്ല, സ്വന്തം കല്യാണം ഭയങ്കര ആഘോഷമായിട്ട് ഒരുപാട് പണം മുടക്കി ആഡംബരമായിട്ട് നടത്തി. പക്ഷെ ഇന്ന് അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ പുള്ളിക്ക് തോന്നുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാരമായി പോയ ആ തീരുമാനമെന്നാണ്. പലപ്പോഴും നമ്മൾ മറന്നുപോകുന്നൊരു സത്യം ഇതിലുണ്ട്. കല്യാണം കഴിക്കാൻ പോകുന്ന പ്രായത്തിൽ ചെറുപ്പക്കാർക്ക് പലപ്പോഴും സ്വന്തമായിട്ടൊരു തീരുമാനമെടുക്കാനുള്ള പക്വതയോ അല്ലെങ്കിൽ ശരിയായ വഴി കാണിച്ചു തരാൻ ആളുകളോ ഉണ്ടാവില്ല. കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും പ്രഷർ, അതിനിടയിൽ നമ്മുടെ ഇഷ്ടങ്ങൾക്കൊന്നും ഒരു വിലയും കിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു പാവയെപ്പോലെ നിൽക്കേണ്ടി വരും. പക്ഷേ കാലം മാറിയപ്പോൾ, ഒരുപാട് ജീവിതങ്ങൾ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ മനസ്സിലായി. അന്ന് ചിലപ്പോൾ ഇതൊന്നും പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് സ്വന്തം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അദ്ദേഹം പറയുന്ന ഓരോ വാക്കിനും ഒരുപാട് വിലയുണ്ട്. എന്താന്നുവെച്ചാൽ അത് ജീവിതം പഠിപ്പിച്ച പാഠമാണ്. അപ്പോൾ ഈയൊരു അനുഭവത്തിൽ നിന്ന് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്ക് വരാം. ശരിക്കും ഈ കാണിക്കുന്ന പണച്ചെലവും ഈ വലിയ ആഘോഷങ്ങളുമൊക്കെ ആർക്കു വേണ്ടിയാണ്? ഇതുകൊണ്ട് ആർക്കാണ് യഥാർത്ഥത്തിൽ ഒരു ഗുണമുള്ളത്? ഒരു ദിവസത്തെ ആഘോഷത്തിനു വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന പണത്തിനു പിന്നിൽ എന്താണുള്ളതെന്ന് നോക്കാം. ഒരുപക്ഷേ വർഷങ്ങളോളം നമ്മളെ പിന്തുടരുന്ന കടങ്ങളും ബാധ്യതകളുമാവാം. ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയ ഭാരമാണ്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇത്തരം കല്യാണങ്ങൾ രണ്ടു കുടുംബങ്ങളുടെയും തലയിൽ വലിയ കടബാധ്യതകളാണ് ഉണ്ടാക്കുന്നത്. അതും എന്തിനു വേണ്ടി? നാട്ടുകാരെയും ബന്ധുക്കളെയും കാണിക്കാൻ വേണ്ടി മാത്രം. സത്യത്തിൽ പുതിയൊരു ജീവിതം തുടങ്ങുന്ന ആ ദമ്പതികൾക്ക് ഇതുകൊണ്ട് യാതൊരു പ്രയോജനവും കിട്ടുന്നില്ല. ഇവിടെ നമ്മൾ ബാധ്യതകൾ എന്ന് പറയുമ്പോൾ അത് വെറും പൈസയുടെ കണക്ക് മാത്രമല്ല കേട്ടോ. കല്യാണം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞാലും ആ കടങ്ങളും അതിൻ്റെ ടെൻഷനും ഒരു ഭാരമായിട്ട് ഇങ്ങനെ മനസ്സിലുണ്ടാവും. ഒന്ന് ഓർത്തു നോക്കൂ, ഒരു പുതിയ ജീവിതം തുടങ്ങുന്നത് തന്നെ കടക്കെണിയിലായിട്ടാണ്. എന്ത് കഷ്ടാണത്! അപ്പോൾ നമുക്ക് നമ്മുടെ ചിന്താഗതി ഒന്ന് മാറ്റിപ്പിടിച്ചാലോ? ഒരു ദിവസത്തെ ആഘോഷം എന്നതിനേക്കാൾ ഒരു ജീവിതകാലത്തെ സന്തോഷത്തിന് പ്രാധാന്യം കൊടുത്താലോ? അതാണ് യഥാർത്ഥത്തിൽ പ്രധാനം. ഈ രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നോക്കൂ. ഒരു വശത്ത് സന്തുഷ്ടമായ ഒരു വിവാഹദിനം, അത് ശരിക്കും മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു ദിവസത്തെ ഷോയാണ്. മറുവശത്ത് സന്തുഷ്ടമായ ഒരു വിവാഹ ജീവിതം, അത് നിങ്ങൾക്കും നിങ്ങളുടെ പങ്കാളിക്കും വേണ്ടിയുള്ളതാണ്, ഒരു ജീവിതകാലത്തെ യാത്ര. ഇതിൽ ഏതാണ് യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടതെന്ന് നമ്മൾ സ്വയം ചോദിക്കേണ്ട സമയമാണിത്. ഈ ഒരു വാചകത്തിലെല്ലാമുണ്ട്. ആഘോഷങ്ങളല്ല, കല്യാണം കഴിഞ്ഞ് നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്നതിലാണ് കാര്യം. ഈ ഒരു ലളിതമായ സത്യം നമ്മൾ ഓരോരുത്തരും മനസ്സിൽ ഉറപ്പിച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഈ പ്രശ്നത്തെപ്പറ്റിയൊക്കെ നമ്മൾ സംസാരിച്ചു. പക്ഷേ വെറുതെ സംസാരിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഇവിടെ ഒരു മാറ്റം വരണം. ആ മാറ്റം കൊണ്ടുവരാൻ നമ്മളെക്കൊണ്ട്, അതായത് പുതിയ തലമുറയെക്കൊണ്ട് സാധിക്കും. എനിക്കറിയാം, പഴയ തലമുറയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാലങ്ങളായി കണ്ടുവരുന്ന കാര്യങ്ങളല്ലേ. പക്ഷേ നമ്മളെപ്പോലുള്ളവർക്ക് ഇതിലൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റും. ആ മാറ്റത്തിന് തുടക്കം കുറിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അപ്പോൾ ഈ മാറ്റം എങ്ങനെ തുടങ്ങും? വലിയ വിപ്ലവമൊന്നും ഉണ്ടാക്കണ്ട. ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങിയാൽ മതി. നമ്മളൊരു മാറ്റം തുടങ്ങിയാൽ നമ്മളെ കണ്ടിട്ട് ചുറ്റുമുള്ളവരും പതിയെ മാറും. നമ്മൾ ആ ഒരു ആദ്യത്തെ സ്റ്റെപ്പ് വെച്ചാൽ മതി. അതിൻ്റെ ഒരു ഓളം പതിയെ പതിയെ എല്ലായിടത്തും എത്തും. അപ്പോൾ അവസാനമായി എനിക്ക് നിങ്ങളോടൊന്നേ ചോദിക്കാനുള്ളൂ. നമ്മുടെ സമൂഹത്തിൽ നല്ലൊരു മാറ്റം കൊണ്ടുവരാനുള്ള ആ ആദ്യ ചുവടുവെപ്പ് നടത്താൻ നിങ്ങൾ തയ്യാറാണോ? ഈ മാറ്റം നിങ്ങളിൽ നിന്നായിരിക്കുമോ ആരംഭിക്കുന്നത്? ചിന്തിക്കുക.